എൻ്റെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബം മരിച്ചുപോയ നമ്മുടെ പൂർവികർക്കും ബന്ധുമിത്രാദികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരുമ്പോൾ അത് ചില സാഹചര്യങ്ങളിൽ ഇത്തിരി സമയം കൂടുതൽ എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ 10-20 വർഷത്തോളമൊക്കെ വേണ്ടി വന്നേക്കും. എന്നാൽ ഈ സമയദൈർഘ്യം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള അല്ലെ പ്രാർത്ഥനയോട് ഇഷ്ടമുള്ള അല്ലെ നിത്യജീവനെക്കുറിച്ചൊക്കെയുള്ള ചിന്തയും വിചാരങ്ങളൊക്കെയുള്ള മനുഷ്യർ നമ്മളെ ബന്ധുമിത്രാദികളിൽ ചിലരെങ്കിലും കാണും. അങ്ങനെയുള്ള മനുഷ്യരോട് ഈ മരിച്ചുപോയ നമ്മുടെ ബന്ധുമിത്രാദികളെക്കുറിച്ചും പറയുകയും അവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പറയുമ്പോൾ അവരും കൂടി ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമ്പോൾ, അല്ലെങ്കിൽ അവരും വ്യക്തിപരമായിട്ട് ഇതുപോലെയൊക്കെ പ്രാർത്ഥിക്കുകയും അങ്ങനെ പരിത്യാഗ പ്രവൃത്തികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഈ 20 വർഷം ഒക്കെ വേണ്ടി വന്നേക്കാവുന്ന ചില കുടുംബ പശ്ചാത്തലമുള്ളവർക്ക് അത് സമയത്തിൽ ഇളവ് ലഭിക്കും. അതുപോലെ തന്നെ ഈ ഈശോയ്ക്ക് സമയ ദൈർഘ്യം കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കും. അത് ബൈബിളിൽ ഇഷ്ടംപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ, പുതിയ നിയമത്തിൽ പറയുവാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഈശോ ആ കാര്യം ചെയ്തു, അല്ലെങ്കിൽ ആ അത്ഭുതം അവിടെ പ്രവർത്തിച്ചു, അവരുടെ ആ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞതുപോലെ നിരന്തരം ആളുകൾ, അല്ലെങ്കിൽ ഈ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ഒരു കൂട്ടം മനുഷ്യരിങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ വർഷങ്ങളുടെ ദൈർഘ്യം കുറഞ്ഞു കിട്ടുകയും വേഗം തന്നെ ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ ആയിരിക്കുന്ന ബന്ധുമിത്രാദികൾക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഇത്രയും നാൾ പ്രാർത്ഥിക്കണോ, ഇത്രയും നാൾ ഞാൻ സഹിക്കേണ്ടി വരുമോ എന്നൊക്കെ ഓർക്കുമ്പോൾ മാനസികമായിട്ട് തകരും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ തകർന്നു എന്ന് കരുതി ഒരിക്കലും ഈ പ്രാർത്ഥനയ്ക്ക് ഇളവ് വരുത്തരുത്. അതായത് പൊതുവേ മനുഷ്യരുടെ പൊതുവേ എല്ലാവരുടെയും വിചാരം കൈ നനയാതെ മീൻ പിടിക്കാം. അതായത് എങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാം എന്നുള്ളതാണ്. അത് പ്രാർത്ഥനയുടെ കാര്യത്തിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് എങ്ങനെ കുറച്ച് പ്രാർത്ഥിച്ച് വേഗം കാര്യങ്ങൾ നേടിയെടുക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ പുണ്യം ചെയ്ത് കഴിഞ്ഞാൽ വേഗം നമ്മുടെ കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെയുള്ള കാഴ്ചപ്പാടാണ്. ഈ ആത്മീയ ജീവിതത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കാം എന്നുള്ളൊരു പോളിസി നടക്കുകയില്ല. കഷ്ടപ്പെടാതെയൊന്നും ആർക്കും നിത്യജീവനിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. അത് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ രാജ്യം ബലവാന്മാർക്കുള്ളതാണ്, ബലമുള്ളവർ അത് കൈവശമാക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വളരെ ചെറിയ വാക്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ചെറിയ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നിയാലും, ഇത് ആത്മീയതയുടെ അടിസ്ഥാനം ഇതൊക്കെ തന്നെയാണ്. ദൈവരാജ്യം ബലവാന്മാർക്കുള്ളതാണ്. ബലവാന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായിട്ട് ശക്തമായിട്ട് ജീവിക്കാനും ഒത്തിരി ആത്മീയമായിട്ട് പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും ഉപവാസം, പ്രാർത്ഥന, സഹനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിടാനൊക്കെയുള്ള ഉള്ളവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അകത്ത് ആർക്കും യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ പറഞ്ഞ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളൊക്കെ. ഈ വിശുദ്ധരായിരുന്ന മനുഷ്യർ അവരുടെ ചെറുപ്പകാലങ്ങളിൽ, അല്ലെങ്കിൽ അവരൊരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു നിശ്ചിത കാലഘട്ടം വരെ എന്തുമാത്രം സഹിച്ചു, അല്ലെങ്കിൽ എന്തുമാത്രം ത്യാഗങ്ങൾ ചെയ്യേണ്ടി വന്നു, എന്തുമാത്രം അലയേണ്ടി വന്നു എന്നൊക്കെ അവരുടെ ജീവചരിത്രങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാകും. ആ ആത്മീയ ജീവിത യാത്രയുടെ ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോഴാണ് അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ചെറിയ ആശ്വാസം കിട്ടുന്നതൊക്കെ. ഇപ്പോൾ ഈ ഈ മാർട്ടിൻ ഡി പോറസിൻ്റെയൊക്കെ ജീവചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാം. വളരെയധികം ആദ്യകാലഘട്ടങ്ങളിൽ ഈശോയോടൊപ്പമുള്ള യാത്രയുടെ ആദ്യകാലങ്ങളിലൊക്കെ വളരെയധികം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം വിശുദ്ധരും അങ്ങനെയൊക്കെ തന്നെയാണ്.
അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. ഇത് നിസ്സാരമായിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. വില കൊടുത്തെങ്കിൽ മാത്രമേ നിത്യജീവനിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളീ പറയുന്നത് പോലെ അതത്ര ലാഘവബുദ്ധിയോടെ കാണേണ്ട കാര്യമല്ല. നിങ്ങളിത് ലാഘവബുദ്ധിയോടെ കണ്ടാലും ഇല്ലെങ്കിലും ആത്മീയ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ അത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. വേറെ ആർക്കും അതിൻ്റെ അകത്ത് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് നിത്യജീവനിൽ പ്രവേശിക്കണോ, ഈശോയോടൊപ്പമുള്ള ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, തീർച്ചയായും ഈശോ പറഞ്ഞതുപോലെ തന്നെ ജീവിക്കണം. അതിൻ്റെ പിന്നിൽ ഇത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ആ കഷ്ടപ്പാട് സഹിക്കാതെ ഒന്നും നടക്കുകയില്ല. ഭൗതിക ജീവിതമാണെങ്കിലും ആത്മീയ ജീവിതമാണെങ്കിലും വില കൊടുക്കാതെ ഒന്നും കിട്ടുകയില്ല. നമുക്കറിയാം, SLC പരീക്ഷയൊക്കെ പാസ്സാകണമെങ്കിൽ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതിന് ഉറങ്ങാതെയൊക്കെ ഇരുന്ന് പഠിച്ചെങ്കിലേ നല്ല മാർക്ക് കിട്ടുള്ളൂ. ആ മാർക്ക് കിട്ടുന്നോടം വരെ വലിയ കഷ്ടപ്പാടാണ്. പക്ഷേ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു ഈസിനെസ്, അതിൻ്റെ ഒരു സുഖവും അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു എളുപ്പമാർഗവും, അല്ലെങ്കിൽ അത് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കും. പിന്നീട് ജീവിത അവസാനം വരെ ഈ ഉറക്കമുളഞ്ഞ് പഠിച്ച ഈ SLC ബുക്കിൻ്റെ ബേസിലാണ് ജീവിതാവസാനം വരെയുള്ള യാത്ര. പൊതുവെ ഭൗതിക അവസ്ഥയെ ഞാൻ പറഞ്ഞാണ്. പക്ഷേ ഇതിൻ്റെ പഠന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്. കുത്തിയിരുന്ന് പഠിക്കുകയെന്ന് വലിയ പാടാണ് എന്ന് പറഞ്ഞ പോലെയാണ് ആത്മീയ ജീവിതം. ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ പിന്നെ ഈസിയാണ്. അതായത് ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ചെസ്സ് കളിയാണ്. ചെസ്സ് കളിക്കുന്നവൻ വളരെ സൂക്ഷ്മതയോടുകൂടി കളിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ രക്ഷപ്പെട്ടു പോയത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു അല്പ അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ താഴേക്ക് പോകും. പിന്നെ അവിടുന്ന് കയറി പറഞ്ഞാൽ വലിയ പാടാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആത്മീയ ജീവിതം. അപ്പോൾ എൻ്റെ ഈ സംഭവം ഈ വീഡിയോസൊക്കെ കാണുന്നവർ ശ്രദ്ധിക്കുക. നന്നായിട്ട് ആത്മീയ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ നന്നായിട്ട് ഇത്തിരി ത്യാഗങ്ങളൊക്കെ സഹിക്കാൻ തയ്യാറാകണം. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം വളരെ എളുപ്പമാക്കുന്ന മാർഗ്ഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ആത്മീയ ജീവിതം കുറേ കൂടി എളുപ്പമാക്കുന്ന ഒരു മാർഗം ഞാൻ കണ്ടേക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് ആത്മീയവും ഭൗതികമായിട്ടുള്ള പ്രതിസന്ധികളിലൊക്കെ ഒത്തിരി അയവ് വരും. അത് നമുക്ക് ഒത്തിരി ആശ്വാസം തരും. നമുക്ക് ഈശോയോട് കൂടുതൽ സ്നേഹം തോന്നും. അങ്ങനെ ഒത്തിരി ആത്മീയ തലത്തിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ വരും. തന്നെയല്ല, നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ പെട്ടെന്ന് ഫലം കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികത എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു ആത്മീയ ജീവിതത്തിനൊക്കെ വലിയൊരു ആശ്വാസം, വലിയൊരു പ്രതിഫലമൊക്കെ പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വലിയ ആത്മീയ സ്വാതന്ത്ര്യം കിട്ടും. അതായത് ഈശോ പല ആനുകൂല്യങ്ങളും നമുക്ക് തരും. പണ്ട് ഈ ആനുകൂല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ 10 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം തരുന്നതെങ്കിൽ, ഈ ഈശോ നൽകുന്ന ഇങ്ങനെ ആനുകൂല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂറൊക്കെ അല്ലെങ്കിൽ കുറച്ച് പ്രാർത്ഥിച്ചാൽ മതി, അന്നേരം തന്നെ ഈശോ അതിനുള്ള ഉത്തരങ്ങൾ നൽകി തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആത്മീയ മേഖലയിൽ ഒത്തിരി ആനുകൂല്യങ്ങൾ ഈശോ തരും. അതുകൊണ്ട് ഈ പൂർവികർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാരപ്പെട്ട പണിയായിട്ട് കാണണ്ട. സത്യത്തിൽ അതൊരു ഭാരമുള്ള പണിയാണ്. പക്ഷേ അതിനെ ലഘൂകരിക്കാനുള്ള മാർഗം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ള മനുഷ്യരോട് പറയുക. അല്ലാതെ എല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നിങ്ങൾ കളിയാക്കും, പരിഹസിക്കും, നിങ്ങളെ തന്നെ അത് ഇല്ലായ്മ ചെയ്യും. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തന്നെ അത് വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കും. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, അതിലൊന്നും കാര്യമില്ല, പണ്ട് ആരൊക്കെ എന്തൊക്കെയോ ചെയ്തു, ആരൊക്കെയോ പറഞ്ഞു വെച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മളെ ഇങ്ങനെ ഇങ്ങനെ പുറകോട്ട് വലിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ആത്മീയ വിഷയങ്ങളും പ്രാർത്ഥനയുടെ വിഷയങ്ങളും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നിങ്ങൾ പറയുമ്പോൾ അതങ്ങനെയുള്ള മനുഷ്യരോട് കൂടുതലായിട്ട് പറയാൻ ശ്രമിക്കുക. അല്ലാതെ വലിയ പ്രാർത്ഥനയോടും താല്പര്യമില്ലാത്ത മനുഷ്യരോട് നമുക്ക് പറയാം, ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാം. അവന് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യമാണ്, ഈശോ സുവിശേഷത്തിൽ പറയുന്നതാണ്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കാണാൻ കണ്ണുള്ളവൻ കാണട്ടെ എന്നൊക്കെ പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ കേട്ടാൽ മതി. ഈശോയ്ക്ക് നിർബന്ധമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നിനക്ക് മനസ്സുണ്ട്, സ്വമനസ്സാ നീ സ്വീകരിക്കുക. അതാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇത് നിർബന്ധിച്ച് ഇങ്ങനെ ഒക്കെ ചെയ്തു കൊണ്ടുവരിക എന്നതിനൊക്കെ ഉപരി നീ സ്വമനസ്സാ സ്വീകരിക്കണം എന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്.
അതുകൊണ്ടാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത്. അതുപോലെ കാണാൻ കണ്ണുള്ളവൻ കാണട്ടെ. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് വേറൊരു ധാരണയുണ്ട്, അത് ഇത്രയേ ഉള്ളൂ, കേട്ടാലും ഇല്ലെങ്കിലും ഇത്രയൊക്കെ സംഭവിക്കും. പക്ഷേ ഇതിൻ്റെ സർവനാശം എന്താണെന്ന് ഈശോയ്ക്ക് വളരെ ഗൗരവമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ കൂടിയാണ് ഇങ്ങനെ പറയുന്നത്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ കേട്ടാൽ മതി, നീ കേട്ടാൽ നിനക്ക്, അതായത് അഗ്നിയും ജലവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. ജീവനും മരണവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക എന്ന് പഴയ നിയമത്തിൽ പറയുന്നത് തന്നെയാണ് ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അഗ്നിയുടെ സ്വഭാവവും ജലത്തിൻ്റെ സ്വഭാവവും അറിയാം, ജീവൻ്റെ സ്വഭാവവും മരണത്തിൻ്റെ സ്വഭാവവും നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. അല്ലെങ്കിൽ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു കാരണവശാലും മടിക്കരുത്. ഇത്തിരി ബുദ്ധിമുട്ടും പ്രതിസന്ധിയും സഹനമൊക്കെ ഉണ്ടാകും. എന്നാലും അതിൻ്റെ അവസാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയൊരു മഹത്വവും വലിയൊരു ആത്മീയ ജീവിതവും വലിയൊരു ആനന്ദവുമുണ്ട്. ആനന്ദം, സന്തോഷം, ആഹ്ലാദം, ഇത് മൂന്ന് കാര്യങ്ങളാണ്.